നമസ്കാരം. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം. ഇപ്പോൾ ക്ലബ് ഫുട്ബോളിൻ്റെ ആവേശത്തിലേക്ക് നമ്മളിങ്ങനെ മാറിക്കഴിഞ്ഞു. ടീമുകളൊക്കെ പ്രീ സീസൺ ട്രെയിനിങ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. ബാഴ്സലോണ ഇന്നലെ UK-ലെത്തിയിട്ടുണ്ട്. UK-യിലാണ് അവരുടെ പ്രീ സീസൺ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ഏതായാലും പോയ സീസണിൽ ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടാൻ പറ്റിയിട്ടില്ല. ലാലിഗ കിരീടം ഇപ്പോൾ ഫ്ലിക്കിൻ്റെ കീഴിൽ അവർ നേടുന്നുമുണ്ട്. പക്ഷേ UCL നേടണം. അതിനൊക്കെയുള്ള ഒരു വെടിച്ചില്ല് ടീം ബാഴ്സലോണ ഒരുക്കിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് ബാഴ്സലോണയുടെ കാര്യങ്ങൾ? ഇതൊക്കെ സംസാരിക്കാൻ വേണ്ടി നമ്മോടൊപ്പം ഫുട്ബോൾ നിരീക്ഷകൻ ഷിയാബ് സാറുണ്ട്. വെൽക്കം ഷിയാബ് സാർ. അപ്പം പോയ സീസണിലും ബാഴ്സലോണയ്ക്ക് UCL കിരീടത്തിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. അതിൻ്റെ മുമ്പത്തെ സീസണിലും അങ്ങനെ തന്നെ UCL എന്നുള്ളതൊരു കിട്ടാക്കനിയായിട്ട് ഇങ്ങനെ നീണ്ടു പോവുകയാണ്. അത് ഇത്തവണ അതിലേക്ക് എത്തുമോ? കാരണം ഈ വേൾഡ് കപ്പൊക്കെ കഴിഞ്ഞുകൊണ്ടേ ബാഴ്സയുടെ കുറേ താരങ്ങൾ വേൾഡ് കപ്പിൽ നന്നായി കളിച്ചതിൻ്റെ ഒരു ആവേശത്തിലൊക്കെ നിൽക്കുകയാണ്. എന്ത് കരുതുന്നു ഇത്തവണ എന്തായിരിക്കും ബാഴ്സയുടെ ഒരു പെർഫോമൻസ്? UCL നമ്മളിപ്പോൾ പറയുമ്പോഴേ അത് വലിയ അതിശയോക്തി എന്ന് പറയാനൊന്നുമില്ല. ബാഴ്സലോണയുടെ കേസിൽ നമ്മൾ UCL ഒരു ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മുമ്പ് നമ്മൾ 1956 തുടങ്ങുന്നത്. അന്നത് യൂറോപ്യൻ ക്ലബ്ബ് ചാമ്പ്യൻഷിപ്പ് എന്നുള്ള പേരിലായിരുന്നു. അപ്പോൾ അവിടുന്ന് 1956 to 60 തുടർച്ചയായിട്ട് 5 വർഷം റയൽ മാഡ്രിഡ് ആയിരുന്നു അന്നുണ്ടായിരുന്നത്. അന്ന് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ യൂറോപ്പിലെ മേജർ കൺട്രീസിലുണ്ടായിരുന്ന അവിടുത്തെ ലീഗ് ചാമ്പ്യൻസ് മാത്രമാണ് കളിച്ചിരുന്നത്. ഇപ്പൊ നമ്മൾ അങ്ങനെയല്ലോ. ഇംഗ്ലണ്ടിൽ ഇപ്പൊ 4 ടീമുകൾക്ക് വരെ എന്തായാലും നമ്മൾ ഡെസ്റ്റഫാനയുടെ കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് 5, അത് ശരിക്കും ഇപ്പോഴും റെക്കോർഡാണ്. അങ്ങനെ വേറെ ആരും തുടർച്ചയായിട്ട് 5 തവണ ആരും നേടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ബാഴ്സലോണയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ഈ ഒരു യുവേഫ ചാമ്പ്യൻസ് ലീഗ് എന്ന പേര് 1992 92 മുതലാണ്. അപ്പോൾ ആ ഒരു 92 മുതൽ ആക്ച്വലി എന്താ പറയുക, നമ്മളിപ്പോൾ ബാഴ്സലോണ ആ ഒരു ടൈമിലാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, നേടുന്നത്, ആദ്യമായിട്ട് നേടുന്നത് തന്നെ 92 നേടുന്നത്. അത് ആക്ച്വലി നമുക്ക് തോന്നുന്നു നമ്മുടെ കൂമാനൊക്കെ കളിച്ചുകൊണ്ടിരുന്ന സമയത്താണത്. പിന്നെ ഇത് മുമ്പ് റയൽ മാഡ്രിഡിന്റെ തുടക്ക കാലഘട്ടം നമ്മൾ പുഷ്കാസും അതേപോലെ ഇവരൊക്കെ ഡെസ്റ്റഫാനൊക്കെ ഉണ്ടായിരുന്ന സമയമാണത്. ഇപ്പം അതിനുശേഷം ഏകദേശം പിന്നെ നേടുന്നത് 2000 റൈക്കാർഡിന് കീഴിലാണ്. അതായത് ഫ്രാങ്ക് റൈക്കാർഡിന്റെ കീഴിൽ 2005 സീസൺ 2005-2006 അപ്പൊ മെസ്സിയൊക്കെ വന്നിരുന്ന ഒരു സമയത്ത് ആ ഒരു കാലഘട്ടത്തിലാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, നേടുന്നത്. റൊണാൾഡീഞ്ഞോ ഉണ്ടായിരുന്നത്, കൂടെ ഉണ്ടായിരുന്നത് നമ്മുടെ സാമുലേറ്റു ഒക്കെ ഉണ്ടായിരുന്ന ടൈമിലാണ് എന്ത് ചെയ്യുന്നത്, നേടുന്നത്. പിന്നെ അതിനുശേഷമാണ് പിന്നെ 2009 അതേപോലത്തെ നമ്മുടെ അന്നുണ്ടായിരുന്ന അതേപോലെ തിയറി ഹെൻറി ഒന്നുണ്ടായിരുന്നു. തിയറി ഹെൻറി, സാമുലേറ്റു, മെസ്സി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ റൈക്കാർഡ് പോയി. പിന്നെ അത് 2009 നമ്മൾ ആക്ച്വലി എനിവേ 2014-15 നമ്മുടെ ലൂയി എൻറിക്കയുടെ കീഴിലാണ് അവസാനമായിട്ട് UCL കിട്ടിയിട്ടുള്ളത്. കളിച്ച സമയം ഓക്കെ, മൊത്തത്തിൽ 5 തവണയാണ് ഇപ്പോൾ നേടിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ റയൽ മാഡ്രിഡ് തട്ടിച്ച് നോക്കുകയാണെങ്കിൽ 15-5 15 തവണ അവർ നേടിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഇങ്ങനെയൊരു എന്തുകൊണ്ടാണെന്ന് വെച്ചെങ്കിൽ അതിന് ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ ഒരു കാലഘട്ടം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്ക് ആ ഒരു ടൈമിൽ ഈ പറയുന്ന റൊണാൾഡീഞ്ഞോ, മെസ്സി, അതേപോലെ ഇങ്ങനെ ഒരുപാട് താരങ്ങളിലൂടെ വന്നു. മെസ്സി ഇത്രയും കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ഒരു നേടുന്ന 2014-15 വരെ കാലഘട്ടങ്ങളിൽ പെപ് ഗാർഡിയോള കീഴിൽ, റൈക്കാർഡിന്റെ കീഴിലൊക്കെ മെസ്സി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ബാഴ്സലോണ UCL കിട്ടുന്ന സമയത്ത്. പിന്നെ അതിനുശേഷം ഈ താരങ്ങളൊക്കെ അവിടുന്ന് പോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അവിടെ ഒരു ട്രാൻസിഷൻ പീരീഡ് ബാഴ്സലോണയുമായി ബന്ധപ്പെട്ട് ഒരുപാട് നമ്മൾ കണ്ടാണല്ലോ. അപ്പോൾ ഇനി ഒരു വരെ സ്വാഭാവികമായിട്ടും ആ ഒരു UCLയിലേക്ക് വരാനുള്ളൊരു ടൈം അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ചില ഫാൻസൊക്കെ പറയാറുണ്ട് നെയ്മർ പോയതിനു ശേഷം ബാഴ്സലോണക്ക് ചാമ്പ്യൻസ് ലീഗ് കിരീടം കിട്ടിയിട്ടില്ല എന്നുള്ളത്. പക്ഷെ നെയ്മർക്ക് മുമ്പും അവർ നേടിയിരുന്നു എന്നൊരു കാര്യമുണ്ട്. മെസ്സിയും സുവാരസും വീണ്ടും അവിടെ തുടർന്നു. പിന്നെ ചാമ്പ്യൻസ് ലീഗിലെ കിരീടത്തിലേക്ക് പോകാൻ പറ്റിയില്ല. സുവാരസ് പോയിട്ടും മെസ്സി വീണ്ടും ഉണ്ടായിരുന്നു. 2021 വരെയൊക്കെ ചാമ്പ്യൻസ് ലീഗ് കിരീടം കിട്ടിയില്ല. പിന്നെ അവർ ചാമ്പ്യൻസ് ലീഗ് നോക്കൗട്ട് സ്റ്റേജ് പോലും കയറാൻ പറ്റാത്ത 1-2 സീസണുകളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഹൻസി ഫ്ലിക്ക് വന്നതിന് ശേഷം അവർ മുന്നോട്ടേക്കൊക്കെ പോകുന്നുണ്ട്. സെമി ഫൈനൽ വരെയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ബട്ട് കിരീടം അങ്ങനെ കിട്ടാക്കനിയായിട്ട് തന്നെ നിൽക്കുകയാണ്. പക്ഷെ ഇപ്പോൾ ഇത്തവണ മറുഭാഗത്ത് റയൽ വളരെ ശക്തമായിട്ട് മാറുന്നുണ്ട്. ഹോസെ മൊറീഞ്ഞോ ഒക്കെ കൊണ്ടുവന്നിട്ട് അവിടെ ഉണ്ട്. നമുക്ക് വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. നാളെ നമുക്ക് റയൽ ബാഴ്സ എങ്ങനെയായിരിക്കും ഇത്തവണ എന്നുള്ളതൊന്ന് ചർച്ച ചെയ്യാം. ഓൾറെഡി നമ്മൾ റയലിനെ കുറിച്ചൊരു വീഡിയോ, അവരുടെ സ്കോഡ് ഡെപ്തൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ബാഴ്സയുടെ യുവതാരങ്ങൾ, ഇപ്പോൾ കുബാർസി വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം നേടി നിൽക്കുകയാണ്.
അതുപോലെ തന്നെ ബാഴ്സയുടെ താരങ്ങൾ ഓൾമോ വേൾഡ് കപ്പിൽ വളരെ മികച്ച പെർഫോമൻസ് നടത്തി. ടോറസാണ് വേൾഡ് കപ്പിലെ വിന്നിംഗ് ഗോൾ നേടിയത്. ലമീൻ യമാൽ വേൾഡ് കപ്പിൽ നന്നായിട്ട് തന്നെ കളിച്ചു. പെഡ്രി പിന്നെ സ്റ്റാർട്ടിംഗ് 11 അദ്ദേഹത്തിന് സ്ഥാനമൊക്കെ നഷ്ടപ്പെട്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ റോളും വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ചുരുക്കത്തിൽ ബാഴ്സയുടെ താരങ്ങൾ വേൾഡ് കപ്പ് കിരീടം ചൂടുന്നതിൽ സ്പെയിനായിട്ട് വളരെ പ്രധാനപ്പെട്ട റോളൊക്കെ വഹിച്ചിട്ട് വരുന്നൊരു സമയമാണ്. ഈ താരങ്ങളുടെ കോൺഫിഡൻസ് വളരെ ഹൈ ലെവൽ ആവൂലേ? അത് ബാഴ്സയ്ക്ക് വലിയ രൂപത്തിൽ ഗുണം ചെയ്യൂലേ? ഷുവർ. പക്ഷേ ബാഴ്സ ഞാനിപ്പോൾ UCL-മായി ബന്ധപ്പെട്ടിട്ട് കാണുന്ന ഒരു വിഷയം, ഇപ്പോൾ ബാഴ്സ തേടാൻ നിൽക്കുന്ന, അതായത് നമ്മളിപ്പോൾ ബാഴ്സലോണ ഇപ്പോൾ നിലവിൽ ഇതുവരെ നേടിയിട്ടുണ്ടായിരുന്ന നമ്മൾ ചാമ്പ്യൻസ് ലീഗുകൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ റൊണാൾഡിനോ ഉണ്ടായിരുന്ന സമയത്താണെങ്കിലും മെസ്സി ഉണ്ടായിരുന്ന സമയത്താണെങ്കിലും അതിനുശേഷം MSN ഉണ്ടായിരുന്ന സമയത്താണൊക്കെ നമ്മളൊരു സ്ട്രൈക്കിംഗ് പൊസിഷനിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്ലെയർ ഉണ്ടായിരുന്നു. മുമ്പ് നമുക്കറിയാം, ആദ്യം സാമുലേറ്റി എന്ന് പറഞ്ഞാൽ അസാധ്യ പ്ലെയർ. എന്താ പറയുക, നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു സാമുലേറ്റിയുടെ കേസിലൊക്കെ എന്ന് പറയുന്നത് ശരിക്കും വേറെ ഏതെങ്കിലും ഒരു കൺട്രിയിലൊക്കെ കാണുന്നെങ്കിൽ, ഇപ്പോൾ ഫ്രാൻസിൽ ഒരുപാട് ഇങ്ങനെയുള്ള പ്ലെയേഴ്സ് ഉണ്ട്, ഇപ്പോൾ ഡെംബലെ, എംബാപ്പെ പോലുള്ള ഇങ്ങനെയൊക്കെ ഒരു ആണ് വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ വേൾഡിലെ ഏറ്റവും മികച്ചൊരു സ്ട്രൈക്കർമാരിൽ ഒരാളായിട്ട് മാറുമായിരുന്നതാണ്. ഏറ്റവും വലിയ സ്ട്രൈക്കർമാരിൽ ഒരാൾ ആഫ്രിക്കൻ ദ ഗ്രേറ്റസ്റ്റ് ആഫ്രിക്കൻ സ്ട്രൈക്കർ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാവുന്ന പ്ലെയറാണ് സാമുവൽ ടു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വെറും ഒരു സ്ട്രൈക്കർ മാത്രമല്ലായിരുന്നു സാമുവൽ ടു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഗോൾ അടിക്കുന്ന വെച്ചെങ്കിൽ വളരെ ക്ലിനിക്കലാണ് ഗോൾ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ. അതേപോലെ ഡ്രിബിളിങ് നല്ല പാഠമുണ്ട്, അതിൽ പാസിങ്ങിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്ന് പറയുന്നത് ഒരു ടീം പ്ലെയർ. സ്ട്രൈക്കർമാർ പൊതുവെ അങ്ങനത്തെ രീതിയിൽ നമ്മൾ കാണാറില്ല, പൊതുവെ നല്ല സ്ട്രൈക്കർമാരാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും. പക്ഷേ നല്ലൊരു ടീം പ്ലെയർ, ബാഴ്സലോണയ്ക്ക് ചേരുന്ന രീതിയിലുള്ള ഒരു പ്ലെയറും കൂടിയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം പിന്നെ വന്നിട്ടുള്ളതിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ തിയറി ഹെൻറി വന്നിട്ടുണ്ടായിരുന്നു. സാമുലേറ്റും തിയറി ഹെൻറിയും മെസ്സിയും കൂടി കളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ തിയറി ഹെൻറിയുടെ അതേപോലത്തെ നമ്മുടെ സ്ട്രൈക്കിങ് നമുക്ക് അറിയുന്നതാണ് അല്ലെ. വിങ്ങർ ആണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ കൂടി വന്നിട്ട് കളിക്കുന്നത് അല്ലേ, ആഴ്സണലിൽ വന്നതിന് ശേഷം. പിന്നെ ഇതിന് വന്ന് MSN എന്ന് പറയുന്നത് നമ്മൾ വളരെ അനശ്വരായിട്ടുള്ള ഇമ്മോറലായിട്ടുള്ള നമ്മളിപ്പോൾ എന്താ പറയുക ഏറ്റവും ഒരു ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള അറ്റാക്കിംഗ് ട്രൈവ് എന്ന് പറയാവുന്നതാണ്. ഇങ്ങനെയുള്ള ഒരു ലീഡറായിട്ട് ഒരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള സംഭവം UCL നേടുന്ന ഈ കാലഘട്ടത്തിൽ എക്കാലം ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ ട്രിബിൾ നേടിയിട്ടുള്ള ഒരു കാലഘട്ടം നമുക്കറിയാം. ഒന്ന് 2006 ആണ്, പിന്നെ അതേപോലെ തന്നെ 2008-9 ട്രിബിൾ നേടിയിട്ടുണ്ട്. അതിൽ 2009 എനിക്ക് തോന്നുന്നത് സെക്സ്റ്റബിൾ നേടിയിട്ടുള്ളത് 6 അല്ലേ, 6 നേടിയിട്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ഇതിലൊക്കെ വന്നിട്ടുള്ള ഇങ്ങനെ ഒരു ഫോർവേഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിഡ്ഫീൽഡ് എപ്പോഴത്തും ബാഴ്സക്ക് ഉണ്ടായിട്ടുണ്ട്, നല്ല ഒരു മിഡ്ഫീൽഡേഴ്സ് എക്കാലം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ സ്ട്രൈക്കിംഗ് പൊസിഷനും കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്തവണ ഇപ്പോൾ ലെവൻഡോസ്കിയുടെ പോക്ക് ഒരു പ്രശ്നമാവുന്നതാണോ? അതല്ല, ഇപ്പോൾ ഈ സാമുലേറ്റോനെ പറ്റി പറഞ്ഞ പോലെ ഞങ്ങൾ ഹൂലിയൻ ആൽവാരസിനെ കൊണ്ടുവരാൻ പോകുക എന്നാണ് അവരുടെ ആരാധകർ പറയുന്നത്. അത്ര ഒരു ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. നമുക്ക് വേറെ ചർച്ച ചെയ്യണം ഹൂലിയൻ്റെ കാര്യത്തിൽ എന്താ നടക്കുന്നത്. എന്തായാലും ഹൂലിയൻ ആൽവാരസിനെ കൊണ്ടുവന്നാൽ ആ ഒരു സ്ട്രൈക്കിംഗ് പ്രശ്നം, ഇപ്പോൾ ടോറസ് അവിടെ ഉണ്ട് എന്നാൽ പോലും ഹൂലിയൻ ആൽവാരസിനെ കൊണ്ടുവന്നാൽ പ്രശ്നം പരിഹരിക്കപ്പെടും. ഹൂലിയൻ യങ് ആണ്, ഓക്കെയാണ്. പക്ഷേ നമുക്ക് അർജന്റീനയ്ക്ക് വേണ്ടിയൊക്കെ പെർഫോം ചെയ്തിട്ടുള്ളത് നമുക്കറിയാം. ഒരു പ്രൊളിഫിക് സ്കോളർ ആണെന്ന് തോന്നിയിട്ടില്ല. കഴിഞ്ഞ വേൾഡ് കപ്പിലൊന്നും അങ്ങനെ കണ്ടില്ല, വേൾഡ് കപ്പിൽ കണ്ടിട്ടില്ല. ഫോം എന്ന് പറയും, നമുക്ക് എന്താ പറയുക, നമുക്ക് ഇതുപോലെയുള്ളപ്പോൾ തിയറി ഹെൻറി നമ്മൾ ആഴ്സണലിന് വേണ്ടിയും ഒക്കെ കളിച്ചിരുന്നത് എങ്ങനെയാണെന്ന് അറിയാം. പ്രൊളിഫിക് ആണ് കളിയിലാണെങ്കിലും ഒരു വളരെ പ്രകടമായിട്ട് നമ്മൾ കളിയാണെന്ന്. സുവാരസ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. പിന്നെ ഇങ്ങനെയുള്ള പ്ലേയേഴ്സൊക്കെ ഇവരെ സാമുലേറ്റ് ആണെന്നെങ്കിൽ വളരെ പ്രൊളിഫിക് ആയിട്ടുള്ള ഇങ്ങനെ സ്കോറിങ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഹൂലിയൻ ആൽവാരസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ 26-27 വയസ്സായിട്ടുണ്ട് അല്ലേ, ആ ഒരു ഏജ് ഗ്രൂപ്പിൽപ്പെട്ട ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനിയിപ്പോൾ മൂപ്പർക്ക് ഒരു പീക്ക് ആവേണ്ട ഒരു ടൈം എന്ന് പറയുന്നത് ഇതാണ് ഒരു പീക്ക് ആവേണ്ടത്. പക്ഷേ ഈ ഒരു ടൈമിൽ ബാഴ്സലിനെ അവിടെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ മൂപ്പര് കോൺഫിഡൻസ് എങ്ങനെ വരും എന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഇപ്പോൾ തുടക്കത്തിൽ വേറൊരു കിട്ടിയിട്ടൊന്നുമില്ല. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഒരു UCL വളരെ നിർണായകമായിട്ട് ശ്രമിച്ച് എനിക്ക് തോന്നുന്നു ഈ ടൈം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കാണേണ്ടതാണ്. എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റൂല. ഹൂലിയൻ ആൽവാരസ് നമുക്കറിയാം സിറ്റിക്കൊപ്പം നേടേണ്ടതൊക്കെ നേടിയിട്ടാണ് അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് പോയത്. അത്ലറ്റിക്കോയിൽ അദ്ദേഹം അത്ര സംതൃപ്തനല്ല. അദ്ദേഹത്തിന് എങ്ങനെയും ബാഴ്സലോണയിലേക്ക് എത്തണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ താല്പര്യം. അദ്ദേഹം വേൾഡ് കപ്പിനിടയ്ക്ക് തുറന്ന് പറയുകയും ചെയ്തു. പക്ഷേ അത്ലറ്റിക്കോ മാഡ്രിഡ് താരത്തെ വിടാൻ തയ്യാറല്ലാത്തൊരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. 100 മില്യൺ യൂറോയുടെ ഒരു ഓഫർ ബാഴ്സലോണ ബിഡ് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് ജൂലൈ അവസാനം വരെ മാത്രമാണ് ആക്റ്റീവ് ആവുക എന്നൊക്കെ ലാപ്പോട്ടൊക്കെ പറയുന്നുണ്ട്. അല്ലാതെ എക്കാലത്തേക്കും അതങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കില്ലെന്ന്. പക്ഷേ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന നിലപാടിൽ തന്നെയാണ് നിലവിൽ എന്തായാലും അത്ലറ്റിക്കോ മാഡ്രിഡ് ഉള്ളത്. ഓഗസ്റ്റ് 10 അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ക്യാമ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഹൂലിയൻ ആൽവാരസിനോട് പറഞ്ഞിട്ടുണ്ട്.
അദ്ദേഹം ഒന്നുകൂടി പുഷ് ചെയ്യും പുറത്തേക്ക് പോകാൻ എന്നുള്ള പ്രതീക്ഷയിൽ ബാഴ്സലോണ നിൽക്കുകയും ചെയ്യുന്നു. ഇനി അദ്ദേഹം അല്ലെങ്കിൽ ആര് എന്നുള്ളത് ചില ചർച്ചകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നതല്ലാതെ ഒരു വ്യക്തത അതിൽ വന്നിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ കുറേ റൂമറുകളിലേക്ക് ഈ വീഡിയോ പോകുന്നില്ല. അതൊക്കെ നമ്മൾ റഫ് നോട്ട്സിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പം മുന്നേറ്റത്തിൽ ഇപ്പോൾ ഹൂലിയൻ അല്ലെങ്കിൽ ആരെന്നുള്ളൊരു ചോദ്യമുണ്ട്. ഏതായാലും അതവിടെ നിൽക്കട്ടെ. അപ്പം ടോറസിന് ഒരു ഫസ്റ്റ് ഓപ്ഷനായിട്ട് അങ്ങനെ പരിഗണിക്കാൻ പറ്റും തോന്നുന്നില്ല. ഈവൻ വേൾഡ് കപ്പ് പോലും അങ്ങനെയല്ല അദ്ദേഹത്തെ കോച്ച് ഉപയോഗപ്പെടുത്തിയത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയാനുള്ളത്, കഴിഞ്ഞ തവണയൊക്കെ വലത് പാർശ്വത്തിൽ നമ്മുടെ റാഫീഞ്ഞ കളിച്ചിരുന്നു. ഇടത് പാർശ്വത്തിൽ, വലത് പാർശ്വത്തിൽ ലാമിൻ യമാലാണ്, ഇടത് വിങ്ങിൽ റാഫീഞ്ഞ കളിച്ചിരുന്നു. റാഫീഞ്ഞ പക്ഷേ കഴിഞ്ഞ സീസണിൽ കുറേ പരിക്കുന്ന പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ മുമ്പത്തെ സീസൺ സൂപ്പറായിരുന്നു. ഇപ്പോഴും കുറേ പരിക്കുന്ന പ്രശ്നങ്ങൾ വേൾഡ് കപ്പിൽ സംഭവിച്ചു. ആൻ്റണി ഗോർഡൻ വരുമ്പോൾ, ആൻ്റണി ഗോർഡൻ അവിടെ കളിക്കുകയാണെങ്കിൽ റാഫീഞ്ഞ ബെഞ്ചിലേക്ക് പോകില്ലേ? ആൻ്റണി ഗോർഡന് ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ട് വേൾഡ് കപ്പിൽ കുഴപ്പമില്ലാതെ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ആൻ്റണി വരികയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം സൈൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ സൈൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം സ്റ്റാർട്ടിംഗ് ലെവലിൽ വരുമെന്നുള്ളതാണ്. റാഫീഞ്ഞ ഓർ ആൻ്റണി ഗോർഡൻ എന്നുള്ളതാണ്. റാഫീഞ്ഞ ഫിറ്റ് ആണെന്ന് ഫസ്റ്റ് ചോയ്സ് റാഫീഞ്ഞ തോന്നുന്നത് തന്നെയായിരിക്കും. അതിലാണ് ഒരു സംശയമുള്ളത്. ഇപ്പോൾ ചിലരൊക്കെ ആൻ്റണി ഗോർഡനെ കളിപ്പിച്ചേക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഫ്ലിക്കും റാഫീഞ്ഞയും തമ്മിലുള്ള ഒരു ഇരിപ്പോഷം വെച്ച് റാഫീഞ്ഞയ്ക്ക് വലിയ രൂപത്തിലുള്ള കോൺഫിഡൻസ് കൊടുത്തിട്ടുള്ള ഒരാളാണ് ഫ്ലിക്ക്. റാഫീഞ്ഞയെ തന്നെ കളിപ്പിച്ചേക്കും എന്നും പറയുന്നു. ഇപ്പോൾ റാഫീഞ്ഞ ആണെങ്കിലും ആൻ്റണി ഗോർഡൻ ആണെങ്കിലും ആരാധകർക്ക് വലിയൊരു ഇഷ്യൂ ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. മധ്യനിരയിലേക്ക് വരുമ്പോൾ പെഡ്രി, ഒൽമോ, പിന്നെ ഫ്രങ്കി ഡിയോങ് ഇപ്പോൾ പരിക്കിൻ്റെ പ്രശ്നത്തിലാണ്. പക്ഷേ അദ്ദേഹം ഫിറ്റ് ആവുന്നതിനെ കരുതുന്നു. ഇത് ഒരു ഇത്തവണ ലാലിഗ ഓൾറെഡി അവർക്ക് നേടാൻ പറ്റുന്നതാണ്. UCL കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മിഡ്ഫീൽഡാണ് തോന്നുന്നുണ്ട്. പെഡ്രി, ഡാനി ഓൽമോ, അതുപോലെ ഫ്രങ്കി ഡിയോങ്. ഗാവി ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലൊക്കെ ഗാവിയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം. ഡാനി ഓൽമോ ഒക്കെ കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ സ്പെയിനിന് വേണ്ടി നല്ല പെർഫോം ചെയ്ത് വേൾഡ് കപ്പിലാണ് കണ്ടു. ക്ലബ്ബിൽ വരുമ്പോൾ തന്നെ ഒരു കംഫർട്ടബിൾ ആയിരിക്കും, നന്നായിട്ട് കളിക്കാൻ പറ്റുന്നതിന് തോന്നുന്നത്. പെഡ്രി ഇപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ വേൾഡ് കപ്പിൽ തന്നെ എനിക്ക് തോന്നുന്നു വേണ്ട രീതിയിലുള്ള ഒരു പ്ലേയിങ് ടൈം ഒന്നും കൊടുത്തിട്ടില്ല. അങ്ങ് ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തത്. അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ പെഡ്രി നല്ല പ്ലെയറാണ്, മിഡ്ഫീൽഡിൽ ഉപയോഗപ്പെടുത്താവുന്ന നല്ല രീതിയിൽ. ഇപ്പോൾ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആണെന്നുണ്ടെങ്കിലും ചെയ്യാവുന്ന ഉപയോഗപ്പെടുത്താവുന്ന പ്ലെയറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഫ്ലിക്കിന് ഇദ്ദേഹത്തെ നന്നായിട്ട് യൂസ് ചെയ്ത് പരിചയമുണ്ട്. യെസ്. അപ്പോൾ അതുകൊണ്ട് ഫ്ലിക്ക് അദ്ദേഹത്തിന് റിലേ ചെയ്യും. യെസ്, തീർച്ചയായിട്ടും പെഡ്രിയെ ഉപയോഗപ്പെടുത്തുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പിന്നെ ഡാനി ഓൽമോയുടെ കാര്യത്തിലാണ് ചെറിയ പ്രശ്നങ്ങൾ. അദ്ദേഹം പരിക്കിൻ്റെ പ്രശ്നം എപ്പോഴും ഇങ്ങനെ അലട്ടുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും കഴിഞ്ഞ സീസണിലൊക്കെ അത്രയധികം ഒരവസരങ്ങൾ അങ്ങ് കൊടുക്കാത്തത്. പക്ഷേ വേൾഡ് കപ്പിൽ അദ്ദേഹത്തെ നല്ല രൂപത്തിൽ യൂസ് ചെയ്തു. സോ ഈ ഇഞ്ചുറി പ്രോണാണ് എന്നുള്ളൊരു ഇഷ്യൂ ആണ് അദ്ദേഹത്തിൻ്റെ കാര്യത്തിലുള്ളത്. ഇപ്പോൾ ഫ്രങ്കി ഡിയോങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ പരിക്ക് വീണ്ടും പ്രശ്നമായി. അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് ശരിക്കും അവിടെ മാറിയിട്ടുണ്ട്. കാരണം വേൾഡ് കപ്പിനിടയ്ക്ക് ആൾക്ക് പരിക്ക് പറ്റിയിട്ട് അദ്ദേഹം കളി തുടർന്നു എന്നാണ്. അതായത് വീണ്ടും നമ്മുടെ നെതർലൻഡ്സിൻ്റെ ഡോക്ടർമാർ അതൊരു ഇഷ്യൂ അല്ല എന്ന് പറഞ്ഞെന്നാണ് പറയുന്നത്. ഇപ്പം അതൊക്കെ കഴിഞ്ഞ് ബാഴ്സലോണയുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് അതിന് സർജറി തന്നെ വേണമെന്നാണ്. അപ്പോൾ കമ്മിറ്റ്മെൻറ്റിൻ്റെ വിഷയത്തിൽ ചെറിയ തർക്കങ്ങളും സംശയങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. അവസാനം ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഇറക്കി, എനിക്ക് ബാഴ്സലോണയോടുള്ള കമ്മിറ്റ്മെൻറ്റ് വളരെ വലുതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അല്ലാതെ ഇത്ര ഇഷ്യൂ ആവില്ല എന്ന് കരുതാം. പിന്നെ ഗവിയും ഉണ്ട്. സോ മധ്യനിര ഓൾമോസ്റ്റ് ഓക്കെയാണ്. യെസ്. നിലവിൽ നമ്മൾ പേപ്പറിൽ പരിക്കിൻ്റെ പ്രശ്നങ്ങളും ഇല്ല എന്നുണ്ടെങ്കിൽ ടീം ഇപ്പോൾ ഒരു ഭദ്രമായിട്ടുള്ളൊരു മധ്യനിര തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും മികച്ച ഒരു മിഡ്ഫീൽഡ് തന്നെ ഉണ്ട് എന്ന് പറയാം. ഇപ്പോൾ ഡിഫൻസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ കുബാർസി ഇപ്പോൾ നല്ല മിന്നും ഫോമിലാണ് കളിച്ചിട്ടുള്ളത് ഓൾറെഡി. നമ്മുടെ വേൾഡ് കപ്പിൽ കണ്ടു. ജെറാർഡ് മാർട്ടിൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു സെൻട്രൽ ബാക്കിൻ്റെ റോളിൽ. അല്ലെങ്കിൽ ബാക്കപ്പ് ആയിട്ടോടെ റൊണാൾഡോ അറൗഹോ അങ്ങനെയൊക്കെയുള്ള താരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വിങ് ബാക്കുമാരുടെ കാര്യത്തിൽ എന്തായാലും കൂണ്ടയായിരിക്കും. മറുഭാഗത്ത് കൺസേലോ ആയിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. പക്ഷേ കൺസേലോയുടെ കാര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ്ലി അദ്ദേഹത്തോട് ഓസ്ട്രേലിയയിൽ അൽ ഹിലാലിൻ്റെ പ്രീ സീസൺ ട്രെയിനിങ് ക്യാമ്പിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞേക്കാണ്. അദ്ദേഹം അൽ ഹിലാലിൻ്റെ പ്ലെയറാണ്. പോയ സീസണിൽ ലോണിലാണ് കളിച്ചത്. കൺസേലോയെ നഷ്ടപ്പെടുത്താതിരിക്കാൻ ബാഴ്സ എല്ലാ ശ്രമങ്ങളും നടത്തൂലേ? ജാവോ കാൻസലോ പോർച്ചുഗലിന് വേണ്ടിയിട്ട് ഏറ്റവും നന്നായിട്ട് വേൾഡ് കപ്പിൽ പെർഫോം ചെയ്ത പ്ലെയറാണ്. നല്ല ഫോമിൽ നിൽക്കുന്ന പ്ലെയർ, നല്ല കോൺഫിഡൻസിൽ നിൽക്കുന്ന പ്ലെയറാണ്. അപ്പോൾ മാക്സിമം ജാവോ കാൻസലിൻ്റെ ക്ലബ്ബിൽ നിലനിർത്താനുള്ള ശ്രമങ്ങൾ തന്നെ എന്തായാലും ബാഴ്സലോണ നടത്തുന്നുള്ളത് തന്നെയാണ്. ബാഴ്സലോണയ്ക്ക് എന്തായാലും ജാവോ കാൻസലോയെ നിലനിർത്തുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പിന്നെ ഗോൾ കീപ്പറായിട്ട് ജോയൻ ഗാർഷ്യ തന്നെ ആയിരിക്കും അല്ലേ? ഇപ്പോൾ ടെർ സ്റ്റെഗൻ
ഇപ്പോൾ ടീമിനോടൊപ്പം ട്രാവൽ ചെയ്തിട്ടുണ്ട് ഇവിടേക്ക് ഇംഗ്ലണ്ടിലേക്ക് കോച്ചിങ് ക്യാമ്പിന്. അദ്ദേഹം പോകും എന്നാണ് വിചാരിക്കുന്നത്. അതായത് വലിയ ലോണിലൊക്കെ പോകാനാണ് സാധ്യത. അല്ലെങ്കിൽ ഇവിടെ വലിയ സാധ്യതയൊന്നും ഇപ്പോൾ അദ്ദേഹത്തിന് ഇല്ല. ജോയിൻ ഗാർഷ്യ തന്നെ ആയിരിക്കും. ഷെസ്നി ഒരു ബാക്കപ്പ് ആയിട്ട് ഉണ്ടാവുമെന്നും കരുതുന്നു. അപ്പോൾ ഗോൾ കീപ്പിംഗ് അത് അങ്ങനെ തന്നെ ആയിരിക്കും. ഇനി മറ്റെന്തെങ്കിലും യുവതാരങ്ങളെയൊക്കെ സ്ക്വാഡിൽ ഉൾപ്പെടുത്താൻ മാത്രമേ സാധ്യതയുള്ളൂ. അപ്പോൾ നമ്മളൊരു 11 പറയുകയാണെങ്കിൽ ഇപ്പോൾ ജോയിൻ ഗാർഷ്യ, സെൻട്രൽ ബാക്കുമാരായിട്ട് മാർട്ടിനും കുബാർസിയും, ഇരുപാർശ്വങ്ങളിൽ കൺസേലോയും കൂണ്ടോയും, മധ്യനിരയിൽ പെഡ്രി, ഓൽമോ, ഫ്രങ്കി ഡിയോങ്, മുന്നേറ്റത്തിൽ ലമീൻ യമാലും ആൻ്റണി ഗോർഡനും, ഗോളടിക്കാൻ ഹൂലിൻ ആൽവരസ് വരികയാണെങ്കിൽ അദ്ദേഹം, അല്ലെങ്കിൽ ഫെറാൻ ടോറസ്. ഈ ഗോർഡന് പകരം വേണമെങ്കിൽ റാഫീഞ്ഞയും നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ചിലാണെങ്കിൽ ഇപ്പോൾ റാഫീഞ്ഞയുണ്ട്, ടോറസ്, അഡയമി ഞാൻ പറയാൻ വിട്ടാണ്, അഡയമി അവർ സൈൻ ചെയ്തിട്ടുണ്ട്. അവർക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗപ്പെടുത്താൻ പറ്റും. മുന്നേറ്റ നിരയിൽ നിന്നുള്ളൊരു ഗുണം അവിടെ ഉണ്ട്. ഫെർമിൻ ലോപ്പസ് ഉണ്ട്, ഗാവി ഉണ്ട്, ബെർണാല്, അതുപോലെ ബാൽഡെ, ക്രിസ്ത്യൻസൻ, അറൗഹോ, എറിക് ഗാർഷ്യ, ഇങ്ങനെയൊക്കെയുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് താരങ്ങളുമുണ്ട്. ഇതൊരു എതിരാളികളെ ഭയപ്പെടുത്തുന്ന ഒരു ടീമായിട്ട് മാറിയിട്ടുണ്ട്. കാരണം മറുഭാഗത്ത് നല്ല രൂപത്തിലുള്ള അഴിച്ചുപണി റയൽ മാഡ്രിഡ് നടത്തുന്നുണ്ട്. അപ്പോൾ ഇത്തവണ റയലിനോട് പിടിച്ച് നിൽക്കാൻ ഇപ്പോൾ ഈ ടീമിൽ എന്താ അത്ര വലിയ മാറ്റം. കഴിഞ്ഞ തവണത്തിൽ നിന്ന് ആൻ്റണി ഗോർഡൻ വന്നിട്ടുണ്ട്, കരീം അഡയമി വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും ഇല്ലയെന്ന് തോന്നുന്നില്ലേ? അത്രേ ഉള്ളൂ. കാരണം എനിക്ക് തോന്നുന്ന എൻട്രി കാലഘട്ടം വരെ എന്നിട്ടായിരുന്നു ഒരു കൾച്ചറിൻ്റെ വിന്നിങ് കൾച്ചർ, കണ്ടിന്യൂസ് ആയിട്ടുള്ള വിജയവും എൽ ക്ലാസിക്കലൊക്കെ ഉള്ള ഒരു ആധിപത്യവും ആ രീതിയിലൊക്കെ. അപ്പം അതേ രീതിയിലേക്ക് പന്ത് പറയുന്ന പോലെയുള്ള പ്ലേയേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ ടീമുകൾ വെച്ചിട്ട് നമ്മൾ പുതിയ ഒരു ഡിസൈൻ ചെയ്തിട്ട് പുതിയ രൂപം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ പ്ലെയേഴ്സിനെ എന്താ പറയുക, നമ്മളിപ്പോൾ ഈ സീസൺ പുതിയൊരു സീസൺ തുടങ്ങുകയാണ്. ഈ പ്ലെയേഴ്സിനെ വെച്ചിട്ട് നമ്മൾ തുടങ്ങുമ്പോൾ ഏകദേശം നമ്മൾ രൂപം ഉണ്ടാകും, എവിടെ എത്തും, എങ്ങനെയാണ് ഇങ്ങനെ പോകുന്നുള്ളതിനെ കുറിച്ചൊക്കെ. അപ്പോൾ നമുക്ക് പേപ്പറിൽ നമുക്ക് പറയുന്ന ഈ പ്ലെയേഴ്സൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന പ്ലെയേഴ്സ് തന്നെയാണ്. അതായത് പോയ സീസണിലൊക്കെ നന്നായിട്ട് കളിച്ചിട്ടുള്ള പ്ലെയേഴ്സ് തന്നെയാണ്. പിന്നെ പക്ഷേ ഫ്ലിക്കിൻ്റെ ഒരു ഈ താരങ്ങളുമായിട്ട് നല്ലൊരു അറ്റാച്ച്മെന്റ് ഫ്ലിക്കിനുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഫ്ലിക്കിൻ്റെ നമുക്ക് പറയാം ഒരു ടീമിനെ രൂപപ്പെടുത്തും. നമുക്കറിയാം ഇപ്പോൾ റൈക്കാർഡ് അതേപോലെ തന്നെ ഗാർഡിയോള, ഇവരൊക്കെ എന്താണ് ബാഴ്സലോണ ചെയ്തത് നമുക്കറിയാം. അതേപോലെ തന്നെ ബയേൺ മ്യൂണിക്കിൽ ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ട്രബിൾ ആണെങ്കിൽ അതേപോലെ സെക്സ്റ്റബിൾ, ആകെ 2 ടീമുകളാണ് ഇപ്പോൾ നിലവിൽ ബാഴ്സലോണയും ഒരു ബയേൺ മ്യൂണിക്ക് മാത്രമാണ് ഇപ്പോൾ നമ്മുടെ ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ നമ്മൾ ടീം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറയാറുണ്ട് സാധാരണഗതിയിൽ ഇപ്പോൾ റയൽ മാഡ്രിഡ്, ഇപ്പോൾ മെസ്സിയെ കുറിച്ച് പറയാറുണ്ട്, മെസ്സി ഇത്രയും അവിടെ പോയിട്ട് കളിച്ചിട്ടില്ലല്ലോ, ഒരു 1 ടീം വണ്ടറല്ലേ എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റയൽ മാഡ്രിഡിൽ ഇപ്പോൾ ഇങ്ങനെയുള്ള പ്ലേയേഴ്സ് ഗാലക്റ്റിക്കോസ് മുഴുവൻ ഉണ്ടായിരുന്നു, ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടായിരുന്നു. അപ്പം ഇത്രയും പ്ലേയേഴ്സ് ഉണ്ടായിട്ട് പോലും റയൽ മാഡ്രിഡ് ഇതൊരു ട്രബിൾ പോലും അവിടെ അടിച്ചിട്ടില്ല. ഇല്ല, ഇപ്പോൾ 2 തവണ ട്രബിൾ ആരടിച്ചിട്ടുണ്ട്? ബാഴ്സലോണ. അത് അങ്ങനത്തെ സെക്സ്റ്റബിൾ വരെ അടിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ റെവല്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ ചെയ്തിട്ട് സ്വാഭാവികമായിട്ട് ഹാൻസി ഫ്ലിക്ക് ഇതേപോലെ തന്നെ രീതിയിൽ ടീമിനെ പരിവർത്തനം ചെയ്യാൻ പറ്റുന്ന ഒരു കോച്ചാണ്, ട്രെയിനറാണെന്നുള്ള യാതൊരു സംശയമില്ല. തീർച്ചയായിട്ടും ഹാൻസി ഫ്ലിക്ക് ആ രൂപത്തിൽ തന്നെയാണ് ടീമിനെ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഇത്തവണയും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും അവരുടെ പ്രീ സീസൺ കാര്യങ്ങൾ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഓൾറെഡി ടീം ബർമിംഗാമിൽ ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അവരുടെ മത്സരം ബർമിംഗാം സിറ്റിക്കെതിരെ ഒരു മത്സരം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അത് ജൂലൈ 31-നാണ്. നമുക്ക് ഓഗസ്റ്റ് 1-ന് പുലർച്ചെ 12:30 ആണ് ആ കളി. ദെൻ പ്രീസ്റ്റൺ നോർത്ത് എൻഡിനെതിരെ ബാഴ്സലോണ ഓഗസ്റ്റ് 13-ന് കളിക്കുന്നുണ്ട്. നോട്ടിംഗാം ഫോറസ്റ്റിനെതിരെയും അതുപോലെ തന്നെ യുഡിനീസിക്കെതിരെയുമായിട്ട് ഓഗസ്റ്റ് 8-ന് കളിക്കുന്നുണ്ട്. അതെങ്ങനെയെന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് നോട്ടിംഗാം ഫോറസ്റ്റിനെതിരെയാണ്, സെക്കൻഡ് ഹാഫ് യുഡിനീസിക്കെതിരെയാണ്. അങ്ങനെയാണ് ഒരു ഫ്രണ്ട്ലി മത്സരം വെക്കുന്നത്. പിന്നെ ജോയിൻ ഗാമ്പർ ട്രോഫി, ബാഴ്സലോണയുടെ സീസൺ ഓപ്പണറായിട്ടുള്ള ജോയിൻ ഗാമ്പർ ട്രോഫി, അത് അൽ അഹിലിക്കെതിരെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഓഗസ്റ്റ് 19-നാണ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ലാലിഗ ശരിക്കും ഓഗസ്റ്റ് 15-ന് ആരംഭിക്കുന്നുണ്ട്. പക്ഷേ ബാഴ്സലോണയുടെ മാച്ചിൻ്റെ 1-ലെ മത്സരം മാച്ചിൻ്റെ 2 കഴിഞ്ഞിട്ടാണ് ശരിക്കും നടക്കുന്നത്. ബാഴ്സയുടെ മാച്ചിൻ്റെ 2-ലാണ് ബാഴ്സയുടെ ആദ്യ കളി വരിക. അത് ഓഗസ്റ്റ് 24-ലാണ് എൽച്ചയ്ക്കെതിരെ. അതിനുശേഷം മാച്ചിൻ്റെ 1-ൽ പെൻഡിങ്ങിൽ വന്നിട്ടുള്ള ആ ഒരു മത്സരം പിന്നെ നടക്കുകയും ചെയ്യും. മാച്ചിൻ്റെ 1-ന് ബാഴ്സലോണ കളിക്കേണ്ടത് അത്ലറ്റിക് ക്ലബ് ബിൽബാവോക്കെതിരെയാണ്. അത് ഓഗസ്റ്റ് 28-നാണ് നടക്കുക. റയലിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പം വലിയ മാറ്റങ്ങൾ എന്ന് പറയാൻ ഈ സീസണിൽ അങ്ങ് നടത്തിയിട്ടില്ലെങ്കിലും ഉള്ളത് മികച്ചതാണ്. പിന്നെ പുതിയ താരങ്ങളെ അവർ ഇനിയും ആഡ് ചെയ്യും എന്നും പറയപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇത്തവണ
ലലീഗയും അതുപോലെ ചാമ്പ്യൻസ് ലീഗും ഒരുമിച്ച് അടിക്കാൻ പറ്റുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? സാധ്യത എന്തുകൊണ്ട് കഴിയില്ല, കാരണം ബാഴ്സലോണ എന്ന് പറഞ്ഞാൽ അവിടെ മൊറീനിയൊക്കെ കൊണ്ടുവന്നു. അതെ രണ്ട് തവണ ഇപ്പോൾ സീസൺ ഇപ്പോൾ കഴിഞ്ഞു പോയി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ സീസണുമായി ബന്ധപ്പെട്ട പ്രതീക്ഷകൾ, ഒരുപാട് ലക്ഷ്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. അതിനനുസരിച്ചുള്ള ഒരു തയ്യാറെടുപ്പുകൾ ഹാൻസി ഫ്ലിക്കിൻ്റെ ഭാഗത്തുണ്ടാകും. അതേപോലെ തന്നെ പ്ലെയേഴ്സിനെ എങ്ങനെ അത് ഈ 2 സീസണിൽ കൂടി പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അത് ഈ 3ാമത്തെ സീസണിൽ തെറ്റുകളിൽ നിന്ന് ഒരു പക്ഷേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് അതിനനുസരിച്ചുള്ള രീതിയിലേക്ക് 3ാമത്തെ സീസണ് പ്ലേയേഴ്സ് മാറാം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന മികച്ചൊരു പോരാട്ടം ഇത്തവണ റയൽ ബാഴ്സ മത്സരങ്ങളിൽ ഉണ്ടാകുമെന്നും, സ്വാഭാവികമായിട്ട് ഈ ടൈറ്റിൽ കോമ്പറ്റീഷൻ ബാഴ്സയും റയലും തന്നെയായിരിക്കും. അത്ലറ്റിക്കോമാരുടെ അങ്ങനെ അങ്ങ് ഒപ്പം പിടിക്കും നമ്മൾ കരുതുന്നില്ല. അപ്പോൾ ഇതിൽ ആര് കിരീടം ചൂടുന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ബാഴ്സയ്ക്ക് ഇത്തവണയെങ്കിലും ലലീഗയിലല്ല യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിടാനാവട്ടെ എന്ന് പ്രത്യാശിക്കുകയും ചെയ്യുന്നു. കൂടുതൽ വിശകലനങ്ങളുമായിട്ട് നാളെ കാണാം.